ഓക്കെ, നമുക്ക് എന്താണ് ജി പിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് നോക്കാം. ജി പിൻ്റെ nth ടേം എന്ന് പറഞ്ഞാൽ a ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1 ആണ്. ഓക്കെ, nth ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 എന്നായിരിക്കും. ഓക്കെ, ആറ് 1 ആകാൻ പാടില്ല. ആറ് 1 ആണെങ്കിൽ എന്താണ് അതൊരു കോൺസ്റ്റൻറ്റ് ജി പി ആണ്. സോ n a ആയിരിക്കും എന്താണ് സം ഓഫ് ദി n ടേംസ് ഓഫ് ജി പി. പിന്നെ ഇതൊക്കെ നമുക്കറിയാം. ഇത് ഇൻറ്റു ഇത് നോക്കി നോക്കാം. അത് a എത്രയാണ് വരുന്നത്? 9 വരുന്നത്. ദാറ്റ് മീൻസ് a3 ഇൻറ്റു 9 വരുന്ന പോലെ a6 അങ്ങനെ. അതേപോലെ അത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം ഇത് അറിയുന്ന വളരെ സിമ്പിൾ. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഇൻ എ ജി പി തേർഡ് ടേം ഈസ് 4, ദാറ്റ് മീൻസ് എ തേർഡ് ഇസ് ഇക്വൽ ടു 4 എന്നാണ് പറയുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ്. ഓക്കെ, ദാറ്റ് മീൻസ് a1ഉം a2ഉം a3യുടെയും a4യുടെയും a5യുടെയും വാല്യൂ ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പം തേർഡ് ടേമിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 4 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇവ രണ്ടാൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് a5 ഇൻറ്റു a6 അത് തന്നെയായിരിക്കും a2 ഇൻറ്റു a4. കാരണം വെച്ചാൽ നോക്കുക, ആ ഇൻഡെക്സ് കറക്റ്റായിട്ട് 2 + 4 6 1 + 5 6 അവർ രണ്ടാൾ മൾട്ടിപ്ലൈ സെയിം ആയിരിക്കും. അത് മാത്രമല്ല a3യും ഉണ്ട്. a3 ഇൻറ്റു a3 ദാറ്റ് മീൻസ് 3 ഒരു 3 ഉണ്ട് ഇവിടെ ഇൻറ്റു 3 ഇൻറ്റു 3 ഇവിടെ എത്ര ഉണ്ട്? എത്ര ഫോർത്ത് ടേമിൻ്റെ വാല്യൂ a1 ഇൻറ്റു a3 എന്ന് പറഞ്ഞാൽ എന്താണ് a3യുടെ സ്ക്വയർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ നോക്കി നോക്ക് a1 ഇൻറ്റു a2 അപ്പോൾ ഒരു a3 സ്ക്വയർ വരുന്നുണ്ട്. ഇതാ a3 സ്ക്വയർ വരുന്നുണ്ട്. a2 ഇൻറ്റു a4 അപ്പോൾ മറ്റൊരു a3 സ്ക്വയർ വരും. ഓക്കെ, അതേപോലെ a3യുടെ സ്ക്വയർ a3 വെറും a3 മാത്രം. ഓക്കെ, അങ്ങനെ എത്ര ഉണ്ട്? ഒരു ഇത് സ്ക്വയർ ആണ്. സോ നമുക്ക് പറയാൻ 4 സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു 4 സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു 4 ഉണ്ട്. സോ 4/5 ആണ് ഉത്തരം. ഓക്കെ, ഇനി ഒരു പ്രോപ്പർട്ടിയാണ് a1 a2 a3 എന്ന് പറഞ്ഞൊരു ജി പി ഉണ്ട്. ഓക്കെ, നോൺ സീറോ നോൺ നെഗറ്റീവ് ആണ്. ദെൻ ലോഗ് a1 ലോഗ് a2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ലോഗ് എടുക്കാൻ. ഓക്കെ, ദാറ്റ് മീൻസ് ഈച്ച് ടേമിനെ ലോഗ് എടുക്കുകയാണ്. ലോഗ് എടുത്ത് നോക്കുക, ഓരോന്നിനും ലോഗ് എടുക്കുക. അപ്പോൾ ഇതിന് ലോഗ് എടുക്കുമ്പോൾ ലോഗ് a പ്ലസ് ലോഗ് r വരും. അടുത്ത ലോഗ് a പ്ലസ് 2 ലോഗ് r എന്ന് വരും. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു എ പിയിലാണ് വരുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലോഗ് r ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്കൊരു എ പി തന്നിട്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, എ പി തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ എ പിയുടെ എല്ലാ ടേംസും നമ്മളൊരു പെർട്ടിക്കുലർ പവറിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതാണ് പി എ പ്ലസ് ഡി. അപ്പോൾ എന്താവും ഈ പറഞ്ഞ എല്ലാ എ പിയും കൂടിയിട്ട് എന്താ ഇപ്പം ഉള്ള ടേം എന്താവും ജി പി ആയിട്ട് മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സും വർക്ക് ആവുന്ന കാര്യം ഇപ്പം നോക്കി നോക്ക്. ഇവരെന്തിലുള്ളത്? ഈ ചങ്ങായി എ പിയിലുള്ളത്. ഓക്കെ, ഇയാൾ എ പിയിലാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇയാൾ എ പിയിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് നേരത്തെ ചെയ്ത പോലെ തന്നെ പെർട്ടിക്കുലർ ആറിന് ഇയാൾ എന്ത് പവറിലിടും? ആരെങ്കിലും ഒരാളുടെ പവറിലിടും. ആരുടെ പവറിലിടുക? ബിയുടെ പവറിലിട്ടു. ഓക്കെ, ഈ പറഞ്ഞ ടേംസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു എ പിയിലുള്ള സാധനത്തിൻ്റെ എല്ലാത്തിനെയും പവറിലിട്ടു, ഏതൊരു പെർട്ടിക്കുലർ പീൻ്റെ. ഇവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ ടേംസിലെല്ലാം ഒരു ബിയുടെ പവറിലിടുക. ലോഗ് എ ബി എന്ന രീതിയിൽ എഴുതുക. അടുത്തടുത്ത ഓരോന്ന് അങ്ങനെ എഴുതുക. അപ്പോൾ ബി ഇത് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ a1 ആവും, a2 ആവും. അവരെല്ലാം എന്താവും? ജി പിയിലാവും. ഇയാൾ പോലെ തന്നെ ജി പിയിലാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതിന് ജോമെട്രിക് മീനിൻ്റെ കാര്യമാണ്. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ 3 ടേംസ് ഉണ്ട്. ഇവർ മൂന്നാളും എന്തെങ്കിലും ജി പിയിലാന്ന് പറയാൻ പറ്റും. നമുക്ക് പറയാൻ b/a ദാറ്റ് ഈസ് ഈക്വൽ ടു c/b. സോ b സ്ക്വയർ ഇസ് ഈക്വൽ ടു ac എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ b സ്ക്വയർ b ഇസ് ഈക്വൽ ടു റൂട്ട് ac. ഈ b നമുക്ക് എന്ത് വിളിക്കാൻ? ജോമെട്രിക് മീൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് 2 ടേംസ് തന്നിട്ടുണ്ട്, a ഉണ്ട് b ഉണ്ട്. അവരുടെ ഇടയിൽ കുറേ ജോമെട്രിക് മീൻസ് ആഡ് ചെയ്യണം. എയും ബിയും എന്താ ഒരു ജി പിയുടെ ടേംസ് ആണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ടേം ജി പിയുടെ, ലാസ്റ്റ് ടേം ജി പിയുടെ. അവരുടെ ഇടയിൽ കുറച്ച് ടേംസ് നമുക്ക് ആഡ് ചെയ്യണം. സോ ദാറ്റ് ഈ പറഞ്ഞ കംപ്ലീറ്റ് എല്ലാം കൂടിയിട്ടുള്ള ടേംസ് എന്തായിരിക്കണം? ജി പിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ പരിപാടി വെച്ചാൽ കോമൺ ഡിഫറൻസിൻ്റെ കണ്ടെത്തൽ. കോമൺ ഡിഫറൻസിലെ കോമൺ റേഷ്യോ നമുക്കറിയാം. ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ n ടേംസ് ഉണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ n+2 ടേം, കാരണം എയും ബിയും കൂട്ടിയിട്ട്. സോ വി ക്യാൻ സേ ദ ടി n+2 ഇസ് ഈക്വൽ ടു ബി ദാറ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇൻറ്റു r റൈസ് ടു n+1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് b/a ഇസ് ഈക്വൽ ടു r റൈസ് ടു n+1 ദാറ്റ് ഈസ് ദി കോമൺ റേഷ്യോ. ഇത് കോമൺ റേഷ്യോ അല്ല, ആറാണ് കോമൺ റേഷ്യോ, പക്ഷേ അതവിടെ വെക്കട്ടെ. എന്നാൽ അതിന് ശേഷം നമുക്ക് ഓരോ ടേംസ് ഇങ്ങനെ എടുത്ത് എഴുതി വെക്കാം. ഓരോ ടേംസും, കാരണം ഇയാൾ എത്രാമത്തെ ടേം കണക്കുറ നമ്മൾ ജോമെട്രിക് മീൻസിൻ്റെ പ്രകാരം ഒന്നാമത്തെ ടേം ആണെങ്കിലും ടോട്ടലത്തെ ടേം നോക്കുമ്പോൾ എയും കൂടിയുണ്ട്. സോ ഇയാൾ രണ്ടാമത്തെ ടേമാണ്. അപ്പം രണ്ടാമത്തെ ടേം ആയതുകൊണ്ട് r1 ഇയാളുടെ മുകളിൽ അത് തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഇയാൾ മൂന്നാമത്തെ ടേം ആയതുകൊണ്ടാണ് r² വന്നിട്ടുള്ളത്. r⁻³ ആ രീതിയിൽ വന്നിട്ടുള്ള ഓരോന്നും വരുന്നു. ഇതെല്ലാം പിടിച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഒന്ന് ആഡ് ചെയ്തതിന് എന്താ കിട്ടാൻ നോക്കാം. സോ എല്ലാം സാർ ഒന്ന് ആഡ് ചെയ്തു കോമൺ ആയിട്ട് വരുന്ന ഒക്കെ എടുത്തു. എന്നിട്ട് ലാസ്റ്റ് ഈ r⁻n+1 പകരം നമ്മൾ b/a കൊടുത്തു. b/a കൊടുത്തിട്ടുണ്ട്. ശരി, എന്നിട്ട് n കോമൺ ആണ്. അപ്പോൾ n നമ്മൾ കോമൺ ആയിട്ട് പവറിലിട്ടു. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ജി പിയുടെ ടേംസ് ഉണ്ടല്ലോ, ഉള്ളിലുള്ള ജി പിയുടെ ടേംസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോമെട്രിക് മീന്
റേസ് ടു എത്രയാണോ ടേംസ് ഉള്ളത് അതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സിംഗിൾ ജോമെട്രിക് മീൻ ഉണ്ടാവുമല്ലോ എയും ബിയും തമ്മിൽ, ദാറ്റ് ഈസ് റൂട്ട് എ ബി സി, റൂട്ട് എ ബി. അത് റേസ് ടു എൻ ആണ് എന്ത് ടോട്ടൽ ഉള്ളിലുള്ള ജി പിയുടെ സമ്മ് എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അരിത്തമാറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻ രണ്ടും മിക്സ് ആയിട്ടുള്ള പ്രോഗ്രഷൻ, ദാറ്റ് മീൻസ് ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് എ മുതൽ. ഇനി അരിത്തമാറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ടേം 1 ആയിട്ട് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അറിയില്ല, അങ്ങനെയാണ് കാണപ്പെടുന്നത്. എന്നിട്ട് ഇവ രണ്ടാളും മിക്സ് ആയിട്ടുള്ളത് എ ഇൻറ്റു ആർ ഇൻറ്റു എ പ്ലസ് ഡി, രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുക ആർ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് 2d ആർ ക്യൂബ് ഇൻറ്റു എ പ്ലസ് 3d. അതാണ് എന്ത് അരിത്തമാറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇനി ഇതിൻ്റെ സമ്മ് കണ്ടെത്തണമെങ്കിലോ, ഇതൊന്നും ജസ്റ്റ് അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ സമ്മ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എല്ലാത്തിനും പിടിച്ച് മര്യാദയ്ക്ക് എഴുതാം. ഓക്കെ ശരി, എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാ ടേംസിനും ഒന്ന് ഒരു സൈഡിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഒരു സൈഡിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് എസ് ആറ് കൊടുക്കും, കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താവും, ഈ എ എന്ന് പറയുന്ന ടേം എന്താവും ഇവിടുത്തെ എ ആർ ആയി മാറും. അപ്പോൾ ഒരു ടേം ഷിഫ്റ്റ് ആയിട്ട് പോകുന്നു. അല്ല എത്രയോ എൻ ടേംസ് ഉണ്ട്. ഷിഫ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ ശരിക്കും ഷിഫ്റ്റ് ആവുന്നുണ്ടെന്നല്ല, നമ്മൾ എ എന്ന് പറയുന്ന ടേം എ ആർ ആയി മാറും. എ പ്ലസ് ഡി ആർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഡി ആർ സ്ക്വയർ ആയി മാറും. അങ്ങനെ ഷിഫ്റ്റായി നേരത്തെ എ പ്ലസ് ലാസ്റ്റത്തെ ടേം ആർ എൻ മൈനസ് 1 ആയിരുന്നു. അവിടെ ഒരു എക്സ്ട്രാ ആർ വരുന്ന സമയത്ത് ആർ എൻ ആവും. ഓക്കെ, ആർ റൈസ് ടു എൻ ആവും. ഓക്കെ, ബാക്കിയൊന്നും വ്യത്യാസമില്ല. ശരി, ഇനി ഇവരെന്ത് ചെയ്യുക, രണ്ടാൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് ആർ ഇൻറ്റു എസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടുന്ന് ക്യാൻസൽ ആവേണ്ടത് ആരൊക്കെയാണെന്ന് നോക്കാം. നോക്ക് എ ആർ പോവും, പിന്നെ ഡി ആർ മാത്രമേ ബാക്കിയുള്ളൂ. അല്ല, എ ആർ അങ്ങോട്ട് പോയി. ഇപ്പോൾ ഡി ആർ സ്ക്വയർ ഡി ആർ ക്യൂബ് അങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. ഓക്കെ, ഡി ആർ റൈസ് ടു ലാസ്റ്റത്തെ ടേം ആയിട്ടുള്ള എൻ മൈനസ് 1 വരെ ക്യാൻസൽ ആവും. പിന്നെ ബാക്കിയുള്ള ഇയാളും കൂടിയുണ്ട്, അത് ഈ ടേം, അത് ഇയാൾ ബാക്കിയുണ്ട്, ഇയാൾ ക്യാൻസൽ ആവുന്നില്ല. ഇനി ഇവിടെ എത്ര ടേംസ് ഉള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ടേംസ് എത്ര ഉണ്ട് നോക്കി. ഇങ്ങനെ പോകുന്നുണ്ട്. എൻ മൈനസ് 1 ടേംസ് ഇത് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ടേം കൂടി ഉണ്ട് എ ആയിട്ടുള്ള ടേം. ഇത് ഇവിടുന്ന് മുതൽ ഇവിടം വരെ എൻ മൈനസ് 1 ടേംസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓരോന്നിലും ഇങ്ങനെ കൂടുന്ന എൻ മൈനസ് 1, പക്ഷേ ഇതും കൂടി ഉണ്ട്. സോ എൻ മൈനസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് എൻ ടേംസ്. ദാറ്റ് മീൻസ് ഈ ഞാൻ ലാസ്റ്റ് വരച്ച ഈ ബൗണ്ടറീസ്, ഏത് ബൗണ്ടറീസ്, ഈ ബൗണ്ടറി മുതൽ ഈ ബൗണ്ടറി വരെ എൻ ടേംസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ അത് ഒരു എക്സ്റ്റേണൽ ടേം കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എൻ പ്ലസ്, അപ്പോൾ ഇവിടെ ഉള്ള ടോട്ടൽ ടേംസ് എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് 1 ടേംസ് ഇവിടെ ഉണ്ട്. ഈ കംപ്ലീറ്റ് എന്താണ് ഈ പറഞ്ഞ ഏരിയയിൽ ഫുൾ എൻ പ്ലസ് 1 ടേംസ് ഉണ്ട്. ഇനി ശരി, ഡി മാത്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള എത്ര ടേംസ് ഉണ്ട്. അപ്പോൾ എന്ത് 2 ടേംസ് ഒഴിവാക്കുക. ദാറ്റ് മീൻസ് എൻ പ്ലസ് 1 ടേം എന്ന് ഈ ടേമും ലാസ്റ്റ് ടേമും ഒന്ന് ഒഴിവാക്കുക. ദാറ്റ് ഈസ് 2 ടേംസ് ഒഴിവാക്കി. ദാറ്റ് ഈസ് ഇവിടെ നിന്നുള്ള ഇവിടം വരെ എൻ മൈനസ് 1 ടേംസ് ഉണ്ട്. ഓക്കെ, എൻ മൈനസ് 1 ടേംസ് ഉണ്ട്. ഇവർക്കെല്ലാം എന്താ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 ആണ്. കോമൺ റേഷ്യോ 6 ആണ്. അപ്പോൾ ഇവരുടെ സമ്മ് നോർമലായിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ മൈനസ് 1 ടേംസിൻ്റെത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇനി എന്താ നോർമലായിട്ട് ഈ എസിൻ്റെ വാല്യൂ മാത്രമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു അലമ്പ് എക്സ്പ്രഷൻ കിട്ടും. ഈ എക്സ്പ്രഷൻ പഠിക്കണമെന്നില്ല, ജസ്റ്റ് സേർ പറഞ്ഞ രീതി ചെയ്താൽ മതി. ആദ്യം നമ്മുടെ അരിത്തമാറ്റിക് ജോമെട്രി പ്രോഗ്രഷനെ നേരെ എഴുതാൻ, എന്നിട്ട് ഒരു ടേം ഷിഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഇക്വേഷനെ എസ് കൊണ്ട് ഒരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ടേംസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാൻ. എന്നിട്ട് രണ്ടുപേരും സബ്ട്രാക്ട് ചെയ്യാൻ. ഓക്കെ, ആ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ. ഓക്കെ, ഇൻഫൈനൈറ്റ് ജി പി ആണെങ്കിലും നേരത്തെ കിട്ടിയ ജി പിൻ്റെ വാല്യൂവിൽ ജസ്റ്റ് എന്നിൻ്റെ വാല്യൂ 0 ആയിട്ട് പോകും. ഓക്കെ, എന്നിൻ്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഇത് 0 ആയിട്ട് അങ്ങ് പോകും. ഓക്കെ, അതാണ് പരിപാടി. അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് കണ്ടെത്തേണ്ടത്, 2 റൈസ് ടു 1/4 2 റൈസ് ടു 1/8 എന്ന് എഴുതാം അല്ലേ. 2 സ്ക്വയർ ആണത്. ഓക്കെ, സോ 2 റൈസ് ടു 1/16 ഫൈൻ. അപ്പോൾ ഇത് 2 × 2 ദാറ്റ് മീൻസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 റൈറ്റ്. ഇവരെല്ലാം എന്തിനാണ് ജി പിയിലാണുള്ളത്. 1/8 ഡിവൈഡ് ബൈ 1/4 എത്രയായിരിക്കും ഇവരെ കോമൺ റേഷ്യോ. ദാറ്റ് ഈസ് 1/8 × 4 ദാറ്റ് ഈസ് 1/2 ആണ് കോമൺ റേഷ്യോ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ടേംസും ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് 1/2 ആണ് കോമൺ റേഷ്യോ. സോ 2 റേസ് ടു ഇൻഫിനിറ്റീൻ്റെ സമ്മ് എന്തായിരുന്നു എ ഡിവൈഡ് ബൈ 1 - r അല്ല, ഇൻഫിനിറ്റ് ജി പിൻ്റെ സമ്മ് ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് എത്രയായിരുന്നു ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 1/4 ഡിവൈഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ ദാറ്റ് ഈസ് 1/2. സോ 2 റേസ് ടു 1/4 1/2 1/2 ആണ്. ദാറ്റ് മീൻസ് √2 ആണ് ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ പ്ലസ് ബി പ്ലസ് സി ആർ ഡിസ്റ്റിങ് റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ്. ഓക്കെ, എന്താണ് നടത്താൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദാൻ എ പ്ലസ് എ ബി സി എന്തെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിത് a² p² ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ആണ്. a² p² ദാറ്റ് ഈസ് എ പി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഒരു രസത്തിന്. നോക്കിക്കോ, ഇവിടെ മാജിക് നോക്കിക്കോ. നമ്മൾ എന്താണ് ഫാക്ടറൈസിങ് മെത്തേഡ് കണ്ടപ്പോൾ തന്നെ തിരിയും. -2abp അത് എഴുതി വെക്കാം. 2abp -2ab × p. സോ ആ 2ab × b എന്ന് എഴുതാം. ഓക്കെ, ഇതാ നോക്കിക്കോ a²
പ്ലസ് മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇതാ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതാ ബി സ്ക്വയർ, ആ ബി സ്ക്വയറും കൂടി എഴുതാം. ഫൈൻ, ഇപ്പോൾ ഫാക്ടറൈസ് എന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ ഉള്ളത്? സി സ്ക്വയർ എടുത്ത് എഴുതി നോക്കാം അല്ലേ? അല്ല, ഇനി ഈ ബി സ്ക്വയർ അല്ല എടുത്തത്, ഈ ബി സ്ക്വയർ ആണ് എഴുതിയത്. ഓക്കെ ഫൈൻ. ഇനി അടുത്തത് ബി സ്ക്വയർ പി സ്ക്വയർ. ആ ബി സ്ക്വയർ പി സ്ക്വയർ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബി സ്ക്വയർ പി സ്ക്വയർ ദാറ്റ് ഈസ് ബി ബി ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 2 ബി പി റിലേറ്റഡ് സാധനം ദാറ്റ് ഈസ് ബി സി പി എന്ന് എഴുതാം. ബി പി സി പ്ലസ് എ ബി, സോ സി സ്ക്വയർ കിട്ടും. സി സ്ക്വയർ ഇവിടുന്ന് എടുത്തു. ഫൈൻ. ഇനി അടുത്തതാണ് നമ്മുടെ സി സ്ക്വയർ പി സ്ക്വയർ പ്ലസ് അല്ല മൈനസ് 2 സി ആയിട്ട് റിലേറ്റഡ് ദാറ്റ് ഈസ് സി പി ഡി, ദാറ്റ് ഈസ് സി പി ഡി. അപ്പോൾ ഡിയുടെ വേണം അല്ലേ? ഡി സ്ക്വയർ വേണം. ഡി സ്ക്വയർ ഉണ്ടോ? ഉണ്ട്. ഇതാ നോക്കോ, ഇതാണ് ഫാക്ടറൈസ് ആയി. ദാറ്റ് ഈസ് എ പി മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ബി പി മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് സി പി മൈനസ് ഡി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 0. ഓക്കെ, ഫാക്ടറൈസ്. ഓക്കെ, ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ഉപയോഗമാണ് ഇവിടെ വരുന്നത്. ശരി, ഇനി ഇവരൊക്കെ പോസിറ്റീവ് ടേംസ് ആഡ് ചെയ്യുന്ന ഒരിക്കലും നെഗറ്റീവ് ആവും. ദാറ്റ് മീൻസ് ദീസ് ഗൈസ് ആർ 0 എന്നാണ് പറയുന്നത്. സോ വി കുഡ് സേ ദാറ്റ് എ പി ഇസ് ഈക്വൽ ടു ബി ആൻഡ് ബി പി ഇസ് ഈക്വൽ ടു സി ആൻഡ് സി പി ഇസ് ഈക്വൽ ടു ഡി. ഫൈൻ. അപ്പം എ ബി സി ഡിയുടെ അവസ്ഥയാണ് പറയുന്നത്. എന്തെന്നാണ് എ ബി സി ഡി? അപ്പോൾ ബി ബൈ എയുടെ വാല്യൂ ഇവിടെ നിന്ന് എത്ര കിട്ടുക? ബി ബൈ എ പി ആണ് കിട്ടുന്നത്. ഫൈൻ. അതേപോലെ സി ബൈ ബി എത്ര കിട്ടുന്നത്? സി ബൈ ബിയുടെ വാല്യൂ പി കിട്ടുന്നത്. അതേപോലെ ഡി ബൈ സി നോക്കി അതിൻ്റെ വാല്യൂ പി ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? കോമൺ റേഷ്യോ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ദീസ് ഗൈസ് ആർ ഇൻ ജി പി. ഓക്കെ, ജോമെട്രി. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എ ബി സി എ പിയിലാണ്. അപ്പം ഈ പറഞ്ഞ ടേം എ പിയിലാണോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എ പിയിലാണെങ്കിൽ 2 ഇൻറ്റു സി പ്ലസ് എ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കത്തെ ടേം ദാറ്റ് ഈസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, 2 ഇൻറ്റു സി പ്ലസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2b പ്ലസ് സി പ്ലസ് എ എന്ന് കിട്ടും. ഓക്കെ, ഇവിടുന്ന് സി പ്ലസ് എ രണ്ടെണ്ണം ഉണ്ട്. ദാറ്റ് മീൻസ് സി പ്ലസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2b എന്ന് കിട്ടും. ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ പോട്ടെ, നോക്കിക്കോ, 2b ഈസ് ഈക്വൽ ടു സി പ്ലസ് എ. നമ്മളോട് ചോദിച്ച എ ബി സി അവർ അരിത്തമാറ്റിക് പ്രോഗ്രസ്സിലാണ്. നമ്മൾ ഈ പറഞ്ഞ ടേമിൽ നിന്ന് എന്ത് ക്രിയേറ്റ് ചെയ്ത് 2b ഈസ് ഈക്വൽ ടു സി പ്ലസ് എ. അത് തന്നെയല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം ദീസ് ഗൈസ് ആർ അരിത്തമാറ്റിക് പ്രോഗ്രസ്സിലാണെങ്കിൽ ഇവരും അരിത്തമാറ്റിക് പ്രോഗ്രസ്സിലാണ് കിട്ടിയിട്ടുണ്ട്. ഡൺ. ഇനി മെത്തേഡ് 2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? മെത്തേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ എന്താണ്? ഇയാൾ മൈനസ് ഇയാൾ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ? ദാറ്റ് മീൻസ് സി പ്ലസ് എ മൈനസ് സി പ്ലസ്. നമുക്കൊരു കാര്യം അറിയാം, ഒരു എ പിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ടേം കോൺസ്റ്റൻ്റ് ആയിട്ട് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ടേം കോൺസ്റ്റൻ്റ് ആയിട്ട് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ടേംസിന് അപ്പോൾ അതൊരു എ പി തന്നെ ആയിരിക്കും. സെയിം കോമൺ ഡിഫറൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ എല്ലാ ടേംസ് ഇത് സർ പറഞ്ഞ പോലെ എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ചെയ്യും. അപ്പോൾ ഓരോ ടേംസും എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും മൈനസ് എ മൈനസ് ബി മൈനസ് സി ആണ്. ഇനി നമുക്കറിയാം ഇത് എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള എ പിയിൽ -1 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അല്ല, ഒരു എ പിയിൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതൊരു എ പി തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും മൈനസ് എ മൈനസ് ബി മൈനസ് സി ഒരു എ പി തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യാം ഓൾറെഡി. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി പ്ലസ് സി ഹോൾ സ്ക്വയറിൻ്റെ ആ സംഭവം നോക്കാം. ഇനി ഈ ചങ്ങായും ജി പിയിലാണ് തെളിയിക്കണം. അപ്പോൾ എന്താ തെളിയിക്കാനാണ് എന്താ സംഭവം? നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ 2 ടൈംസ് അരിത്തമാറ്റിക് മീൻ്റെ പരിപാടി 2 ടൈംസ് സി പ്ലസ് എ ഹോൾ സ്ക്വയർ ഇപ്പോൾ തന്നെ ചെയ്ത കളയാം. അത് ഉള്ളിൽ തന്നെ ദാറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് 2ac പ്ലസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2 എല്ലാത്തിനും ബാധകമാണ് അല്ലേ? കറക്റ്റാണ്. ഫൈൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഈ പറഞ്ഞ സാധനം ദാറ്റ് ഈസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2bc ഓക്കെ മൈനസ് എ സ്ക്വയർ ഓക്കെ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab മൈനസ് സി സ്ക്വയർ ഖത്തം. എ സ്ക്വയർ ഗോൺ ആൻഡ് വി ഗോട്ട് ബി സ്ക്വയർ ഉണ്ട് അടുത്തന്നെ അല്ലേ? 2b സ്ക്വയർ പ്ലസ് 2bc പ്ലസ് 2ab. പക്ഷേ ഇതിനേക്കാളും നല്ലത്, ഇത് കുറച്ചും കൂടി ലെങ്തി ആവും ക്വസ്റ്റ്യൻ. അതിനേക്കാളും നല്ലതെന്ന് വെച്ചാൽ സേർ ചെയ്ത പോലെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും കോമൺ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഏതാ? എ പ്ലസ് ബി പ്ലസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ സർ, എന്ത് ചെയ്യും? എ പ്ലസ് ബി പ്ലസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് പോവും പോകേണ്ടതൊക്കെ പോവും. റൈറ്റ്. ലാസ്റ്റ് ഈ ഏരിയ നമുക്ക് കിട്ടും 2b = a പ്ലസ് സി എന്നുള്ള സാധനം കിട്ടും. ഓക്കെ,
അഥവാ എ പ്ലസ് സി ബി പ്ലസ് സി അത് 0 ആണെങ്കിലും എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് ടേം തന്നെയാവും. ഇതെല്ലാം 0, ഈ പറഞ്ഞ ഓരോ ടേംസുകളും 0 ആവും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും, എന്താ പറയാൻ പറ്റുക, ഇതൊരു കോൺസ്റ്റൻറ്റ് എ പി ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെത്തേഡ് 2 എന്ന് പറയുന്നത് എന്താണ്? മെത്തേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ടേംസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും ഈച്ച് ടേം ബൈ എ പ്ലസ് ബി പ്ലസ് സി. കംപ്ലീറ്റ് ടേംസ് ഡിവൈഡ് ചെയ്യും ഈച്ച് ടേം ബൈ എ പ്ലസ് ബി. എന്നാലും നമുക്കൊരു എ പി തന്നെയാണ് കിട്ടാൻ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 - b ഈ സംഭവം കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, എ പ്ലസ് ബി പ്ലസ് സി ഓരോന്നിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യും. എന്നാലും എ പി തന്നെയാണ് കിട്ടേണ്ടത് കണക്ക് പ്രകാരം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എ പി ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് പറഞ്ഞാൽ നമ്മളെ അരിത്തമാറ്റിക് മീൻ്റെ ആ പരിപാടി ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഡയറക്റ്റ് കിട്ടുന്നത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക കംപ്ലീറ്റ് ടേംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ആയാലും നോക്കിക്കഴിഞ്ഞാൽ മേ ബി നമുക്ക് കിട്ടും ഏത് ഇതൊരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന കാര്യം നമുക്ക്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻക്രീസിങ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഓക്കെ, ഓഫ് പോസിറ്റീവ് ടേം. ദി സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് സിക്സ്ത് ടേംസ് ഈസ് 70/3 എന്നാണ് പറയുന്നത്. 7th-ൻ്റെയും 6th ടേംസിൻ്റെയും സമ്മ്. വേറെന്താണ്, ആൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി തേർഡ് ആൻഡ് ദി 5th ടേം ഈസ് 49. പ്രൊഡക്റ്റ് ഓഫ് ദി തേർഡും 5th ടേമും ദാറ്റ് ഈസ്. അപ്പോൾ ആ രണ്ട് ഇൻഫോർമേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് നോക്കി. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, വേറെ ഇൻഫോർമേഷൻ തരുന്നില്ല. ദെൻ ദി സം ഓഫ് ദി 4th, 6th ആൻഡ് 8th ടേം ഈസ് ഈക്വൽ ടു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ ഈ പറഞ്ഞ ടേമിന് എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ വേണ്ടി, ദാറ്റ് ഈസ് a² × r⁶ വേറൊന്നുമില്ല 49. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, എല്ലാത്തിനൊന്നും പിടിച്ച് റൂട്ട് ചെയ്യാൻ നോക്കാം. അല്ല, റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ദാറ്റ് ഈസ് a × r³ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 കിട്ടും. ഓക്കെ, ഇൻഫോർമേഷൻ മാത്രം കിട്ടിയിട്ടുണ്ട്. ഫൈൻ. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും നമുക്ക് എന്തായാലും എയും ആറൊക്കെ കിട്ടണം, എന്നാലേ നമുക്ക് 4th, 6th, 8th ടേം കിട്ടുള്ളൂ. അപ്പോൾ ആകെയുള്ള ഇത്ര ഇൻഫോർമേഷൻസ് നമുക്ക് ഇനി എന്തെങ്കിലും ഡിവൈഡോ സബ്ട്രാക്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കേണ്ടി വരും. കാരണം ഇവിടെ ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല വാല്യൂസ്. കാരണം ar³ വാല്യൂ ഉള്ളത്, വേറെ എന്തിൻ്റെ വാല്യൂ ഇല്ല. അപ്പോൾ കോംപ്ലക്സ് ആവും. ഇപ്പോൾ ഞാൻ എയുടെ മാത്രം വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് കോംപ്ലക്സ് ആവും. അതിനേക്കാളും നല്ലത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ഈ പറഞ്ഞ ഇക്വേഷൻ ഞാൻ ഡിവൈഡ് ചെയ്യും. ar³ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇപ്പോൾ നോക്കി കറക്റ്റ് കട്ടാവുന്നതും കാണുന്നുണ്ട്. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് 1/r² കിട്ടും, പിന്നെ എ പോയി r എന്താ കിട്ടുക സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/3 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് ദാറ്റ് ഈസ് r⁴ പ്ലസ് r² ഇസ് ഈക്വൽ ടു 10r². ഇവിടെ 3, ഇവിടെ 3, ദാറ്റ് ഈസ് 3r⁴ പ്ലസ് പ്ലസ് അല്ല മൈനസ് 7r² ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് ഡിവൈഡ് ചെയ്യാൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്താ കിട്ടുക 1/r² പ്ലസ് r² കിട്ടാൻ തോന്നുന്നു. ഓക്കെ 1 പ്ലസ് r⁴ ഡിവൈഡഡ് ബൈ r² ദാറ്റ് ഈസ് ഈക്വൽ ടു 10/3 ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് 3 പ്ലസ് 3r⁴ ഇസ് ഈക്വൽ ടു 10r². ഓക്കെ, 3r⁴ മൈനസ് 10r² പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇൻറ്റു ചെയ്തെങ്കിൽ 9. ഓക്കെ, 3r⁴ മൈനസ് 9r² മൈനസ് r പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ 0. ഇവിടുന്ന് 3r² കോമൺ എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് r² മൈനസ് 3 റൈറ്റ്. ഓക്കെ, മൈനസ് r² ആണ്. ഓക്കെ, r² minus 3. okay, 3r² minus 1 into r² minus 3 that is equal to 0, and we could say that r² is equal to 3 ആവാം either, അല്ലെങ്കിൽ r² is equal to 1/3 ആകാം. അപ്പം ആറിൻ്റെ വാല്യൂ 1/√3 ആവാം, അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് √3 ആവാം. r എന്തായിരുന്നു പറഞ്ഞ ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് ഇൻക്രീസിങ് ജോമെട്രിക് പ്രോഗ്രഷൻ ഓഫ് പോസിറ്റീവ് ടേംസ്. പോസിറ്റീവ് ടേംസ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്തായാലും ആറിൻ്റെ വാല്യൂ അത് പോസിറ്റീവ് തന്നെ ആയിരിക്കണം. പിന്നെ അത് മാത്രമല്ല ഇൻക്രീസിങ് ആവണം. ദാറ്റ് മീൻസ് ഐ കുഡ് സേ ആറിൻ്റെ വാല്യൂ √3 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ar³ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. r³ ആറിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് √3, അതിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3√3. സോ a ഇൻറ്റു 3√3 ഇസ് ഈക്വൽ ടു 7. സോ a is equal to 7 divided by 3√3. അതായത് നമ്മളോട് എന്തെങ്കിലും കണ്ടെത്താൻ പറഞ്ഞാൽ ആരെ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞാൽ 4th ടേമിൻ്റെയും 5th ടേമിൻ്റെയും 4th ടേം
പ്ലസ് സിക്സ്ത് ടേം പ്ലസ് ഓക്കെ ദാറ്റ് മീൻസ് എ ആർ ക്യൂബ് പ്ലസ് എ ആർ 5 പ്ലസ് എ ആർ 7 അതിൻ്റെ വാല്യൂ കണ്ടെത്താം. ഇവിടുന്ന് എന്തൊക്കെ കണ്ടെത്താം? എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ? ഒന്ന് എ കോമൺ എടുക്കുക. അപ്പോൾ എ ആർ ക്യൂബിനെ കോമൺ എടുക്കാൻ തോന്നുന്നു. ഒന്ന് 1 പ്ലസ് എത്ര ഇത് ആർ സ്ക്വയർ പ്ലസ് എത്രയാ ആർ റേസ് ടു 4. ഓക്കെ, അപ്പം ഇതിൻ്റെ വാല്യൂ 7 ആണെന്ന് അറിയാം. സോ 7 ഇൻറ്റു 1 പ്ലസ് √3 അത് 3 ആവും, വെറും 3 ആവും. പ്ലസ് ലാസ്റ്റ് 91 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. ഓക്കെ, ഇത് അത്യാവശ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇഫിന് GP 64 ടേംസ് ഉണ്ട്. സം ഓഫ് ഓൾ ദി ടേംസ് ഈസ് 7 ടൈംസ്. ദാറ്റ് മീൻസ് 64 ടേംസിൻ്റെ ദാറ്റ് ഈസ് S64 എന്ന് പറഞ്ഞ 7 ടൈംസ് ഓഡ് ടേംസിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ എത്ര ഓഡ് ടേംസ് ഉണ്ട്? സ്വാഭാവികമായിട്ടും ഓഡ് ടേംസ് എന്ന് പറയുമ്പോൾ 32 ഓഡ് ടേംസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് S64 എത്ര? ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം എന്ന് വിളിക്കാം ഇൻറ്റു കോമൺ റേഷ്യോ ഒന്നും തന്നിട്ടില്ല. സോ R റേസ് ടു 64 മൈനസ് 1 ഡിവൈഡ് ബൈ R മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ടൈംസ് ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഓഡ് ടേംസിൻ്റെ അതും ഏത് തന്നെ ആയിരിക്കും, കാരണം A1 ഓഡ് നമ്പർ ടേംസ് ഉദ്ദേശിക്കുന്നു. സോ A1 A3 ആ രീതിയിൽ. ഓക്കെ, ഇൻറ്റു കോമൺ റേഷ്യോ എന്തായിരിക്കും? കോമൺ റേഷ്യോ R സ്ക്വയർ ആയിരിക്കും. ഓക്കെ, കാരണം ഒരു ടേം വിട്ടിട്ടല്ലേ പോയത്, A1 A2 A3, അപ്പോൾ അത് വിട്ടു. അപ്പം ഇത് തമ്മിൽ എന്തായിരിക്കും? R സ്ക്വയർ ആയിരിക്കും കോമൺ റേഷ്യോ. ഇവർ തമ്മിൽ R ആണെങ്കിൽ ഇവർ തമ്മിൽ R സ്ക്വയർ ആണ് റേഷ്യോ. യെസ്, സോ R സ്ക്വയർ റേസ് ടു എത്ര? 32. R സ്ക്വയർ റേസ് ടു 32, കാരണം 32 ടേംസ് ഉണ്ട്. ദാറ്റ് ഈസ് R റേസ് ടു 64 മൈനസ് 1 ഡിവൈഡ് ബൈ R മൈനസ് 1. ദിസ് ഗോൺ ആൻഡ് ഇവിടെ R മൈനസ് 1 അല്ല, R മൈനസ് 1 ഉണ്ട്, R പ്ലസ് 1 ഉണ്ട്. R പ്ലസ് 1 ബാക്കിയുണ്ട്. ഇത് പോയി നമുക്ക് എന്താ കിട്ടുക ലാസ്റ്റ്? R പ്ലസ് 1 ഇസ് ഈക്വൽ ടു 7 കിട്ടും. സോ R ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, ലെസ് ഫസ്റ്റ് ടേം ആൽഫയാണ്. ഓക്കെ, കോമൺ റേഷ്യോ R ഓഫ് ജോമെട്രി പ്രോഗ്രഷൻ ബി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. സം ഓഫ് ദി സ്ക്വയർസ് ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 3 ടേംസിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഒന്ന് ആൽഫ, പിന്നെ ആൽഫ റൈസ് സ്ക്വയർ, ആൽഫ സ്ക്വയർ, പിന്നെ ആൽഫ ആർ ക്യൂബ്. അല്ല, അടുത്തത് ആൽഫ ആർ ക്യൂബിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഇത് ആൽഫ സ്ക്വയർ. സോ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ആർ റേസ് ടു 6 ആർ റേസ് ടു 6 ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 33033. ഇവിടുന്ന് ആൽഫ സ്ക്വയറാ എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ നോക്കാം. സോ ആൽഫ സ്ക്വയർ ഒന്ന് കോമൺ എടുക്കാം. ഓക്കെ, ഇവിടെ സ്ക്വയർ ഇത് 4 ആണ് വേണ്ടത്, സോറി. സോ 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ 1 പ്ലസ് ഇവിടെ ആർ സ്ക്വയർ പ്ലസ് ആർ റേസ് ടു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 33033. ഇതിനെ അങ്ങനെ 3 ടൈംസ് എന്താ, ഇപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഫാക്ടറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ സാധനത്തിന് ഈ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ് ഇൻറ്റീജേഴ്സ് ആണ്. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ ഇത് ആൽഫ ഫസ്റ്റ് ടൈം കോമൺ റേഷ്യോ 6. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ശരി, അപ്പോൾ ഇവരൊക്കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മൾട്ടിപ്ലൈ റൈറ്റ് സൈഡിൽ ഒരു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അങ്ങനെയാകുമ്പോൾ എവിടെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറിയത്? ദാറ്റ് മീൻസ് ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 11 സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ആൽഫ ഇസ് ഈക്വൽ ടു 11 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫൈൻ. ദാറ്റ് മീൻസ് ഇയാളുടെ വാല്യൂ എന്തായിരിക്കും? 273 ആയിരിക്കുമല്ലോ. ദാറ്റ് മീൻസ് 1 പോട്ടെ, ആർ റേസ് ടു 4 പ്ലസ് ആർ സ്ക്വയർ മൈനസ് 272 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഞാൻ ഇത് ഇക്വേറ്റ് ചെയ്തിന് കേട്ടോ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? ഇനി ഇത് ഫാക്ടറൈസ് ചെയ്യണം. ഇത് കുറച്ച് മെനക്കേടാണ് ഫാക്ടറൈസ് ചെയ്യൽ. എന്നാലും 17 ആർ സ്ക്വയർ മൈനസ് 16 ആർ സ്ക്വയർ മൈനസ് 272 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. റൈറ്റ്, എന്ത് ചെയ്യാം? ആർ സ്ക്വയർ കോമൺ എടുക്കാം. എത്ര കിട്ടും? ആർ സ്ക്വയർ പ്ലസ് 17 മൈനസ് ഇത് എത്രയിൽ പോവും? 7ൽ പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ഇപ്പോൾ ഒരു 16 കോമൺ എടുത്ത് കഴിഞ്ഞാൽ അവിടെ ആർ സ്ക്വയർ പ്ലസ് എത്ര വേണം? 17 വേണം. ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 16 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 17 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ആർ സ്ക്വയർ ക്യാൻ ബി ഐദർ 16 ഓർ ആർ സ്ക്വയർ ക്യാൻ ബി മൈനസ് 17. ഇത് പറ്റൂല, ഇത് തെറ്റാണ്, കാരണം 6 പോസിറ്റീവ് എന്നാണ് പറയുന്നത്. സോ ആർ ഇസ് ഈക്വൽ ടു +4 പോസിറ്റീവ് ഇൻറ്റീജർ +4 എന്ന് കിട്ടിയത്. സോ കോമൺ ആൽഫയുടെ വാല്യൂ 11 ആറിൻ്റെ വാല്യൂ 4 കിട്ടിയിട്ട് പിന്നെ ഡയറക്റ്റ് ഉത്തരം കൊടുക്കാവുന്നേ ഉള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ എ ആൻഡ് ബി ബി ടു ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് 11th term of GB whose first term is A. Okay, 11th term of GP first term is equal to pth term of another GP. Okay, ശരി. ഒരു ജി പി ഉണ്ട് GB1, അതിൻ്റെ തേർഡ് ടേം ബി ആണ്. ഓക്കെ, പിന്നെന്താണ് പിന്നെന്താ അടുത്ത ജി പിയുടെ ഫിഫ്ത്ത് ടേമും ബി തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ സമയത്ത് തേർഡ് ടേം ബി ആണെന്നാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ടേം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് എ ആ, രണ്ടിനും എ തന്നെ ഫസ്റ്റ് ടേം. ഓക്കെ, രണ്ടുപേർക്കും ഫസ്റ്റ് ടേം എ തന്നെയാണ്. സോ ഐ കുഡ് സേ ദാറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫസ്റ്റ് ജി പിക്ക് വേണ്ടിയിട്ട് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഇൻറ്റു ആർ. എത്രാമത്തെ ടേം എന്ന് പറയുന്നത് തേർഡ് ടേം, ദാറ്റ് മീൻസ് ആർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ജി പിക്ക് എ ഇൻറ്റു ആർ. എത്രാമത്തെ ടേം എന്ന് പറയുന്നത് രണ്ടാമത്തെ ജി പിക്ക് ഫിഫ്ത്ത് ടേം, ദാറ്റ് മീൻസ് ആർ റേസ് ടു 4. ഓക്കെ, ഈ ഇൻഫോർമേഷൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കണം വെച്ചാൽ രണ്ടിടത്തും കോമൺ റേഷ്യോ സെയിം അല്ല, ഡിഫറെൻറ്റ് ജി പികളാണ്. ഓക്കെ, സോ ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ സ്ക്വയർ അല്ല, ഇത് 4 ആണല്ലേ. സോ ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു സ്മോൾ ലെറ്റർ ആർ എന്ന രീതി കിട്ടും. പിന്നെ ഫസ്റ്റ് ജി പിൻ്റെ 11th ടേം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഫസ്റ്റ് ടേം ഇൻറ്റു ആർ സ്മോൾ ലെറ്റർ ആർ ഇൻറ്റു 10, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര പറയുന്നുണ്ടല്ലോ, ഈസ് ഈക്വൽ ടു ദ പീത്ത് ടേം ഓഫ് അനദർ ജി പി, ദാറ്റ് മീൻസ് എ ഇൻറ്റു ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ ആണ്, റേസ് ടു പി മൈനസ് 1th ടേം എന്ന് പറയാൻ പറ്റും. കറക്റ്റ് ആണല്ലോ? കറക്റ്റാണ്. ഇത് ക്യാൻസൽ. ഇനി ആറിൻ്റെ പകരം എനിക്കൊന്ന് കൊടുക്കാൻ പറ്റും, ആർ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ആർ സ്ക്വയർ ഇവിടെ 20, അപ്പോൾ 20 വരും, ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു പി മൈനസ് 1. സോ പി മൈനസ് 1 ഈസ് ഈക്വൽ ടു 20 ആൻഡ് പി ഈസ് ഈക്വൽ ടു 21. ദാറ്റ് ഈസ് ദി ആൻസർ. പിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്. സോ 21 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എ ബി സി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഓക്കെ, സച്ച് ദാറ്റ് ബി ബൈ എ ഇൻറ്റീജർ. ഓക്കെ, ഈ ടേം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എ ബി സി ആർ ഇൻ ജോമെട്രിക് പ്രോഗ്രഷൻ. എ ബി സി ജോമെട്രിക് പ്രോഗ്രഷനിലാണ്. ആൻഡ് ദി അരിത്തമാറ്റിക് മീൻ ഓഫ്, ഓക്കെ ആദ്യം എ ബി സി ജോമെട്രിക് പ്രോഗ്രഷനിലാണെങ്കിൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി. ആ ഇൻഫോർമേഷൻ ഒന്ന് എഴുതി വെക്കാം, അല്ല ആവശ്യം വന്നാലോ. പിന്നെന്താ, അരിത്തമാറ്റിക് മീൻ ഓഫ് എ ബി സി ഇസ് ബി പ്ലസ് 2, ദാറ്റ് ഈസ് എ പ്ലസ് ബി പ്ലസ് സി ബൈ അരിത്തമാറ്റിക് മീൻ 3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ബി പ്ലസ് 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻ മാത്രം വന്നിട്ടുള്ളൂ. ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറയുന്നു. ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റൻ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഈ പറഞ്ഞ ടേം നമ്മൾ ശരിക്കും മറക്കരുത്, ബി ബൈ എ ഇൻറ്റീജർ ആണെന്നുള്ള ടേം. അപ്പം ബി ബൈ എ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ദാറ്റ് മീൻസ് സിയുടെ ഒരു ആവശ്യമില്ല, എയുടെ മാത്രമേ ആവശ്യമുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് സീനെ ഒഴിവാക്കി കിട്ടണം. സീനെ ഒഴിവാക്കി കിട്ടണം, ദാറ്റ് മീൻസ് ബി സ്ക്വയർ ബൈ എ ദാറ്റ് ഈക്വൽ സി. സോ അതിവിടെ കൊടുക്കാം. സോ എ പ്ലസ് ബി ഇൻറ്റു പ്ലസ് ബി സ്ക്വയർ ബൈ എ ബൈ ഇസ് ഈക്വൽ ടു ഒരു കാര്യം ചെയ്യാം, 3b പ്ലസ് 6 എന്ന രീതിയിൽ വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതിൽ നേരത്തെ വാല്യൂ കൊടുക്കുന്നതിനേക്കാളും നല്ലതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 3b പ്ലസ് 6 എന്ന രീതി കിട്ടും. അപ്പോൾ എന്താ കിട്ടുക? എ മൈനസ് 2b 6 ആണ്. ഓക്കെ, പ്ലസ് സി ഇസ് ഈക്വൽ ടു 6 എന്ന രീതി കിട്ടും. ഓക്കെ, ഇനി എന്താണ് സിയുടെ വാല്യൂ എന്തായിരുന്നു? എത്രയായിരുന്നു? ബി സ്ക്വയർ ബൈ എ. അത് കൊടുക്കാം, എ പ്ലസ് ബി സ്ക്വയർ ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2b പ്ലസ് 6. ഫൈൻ. ഇനി എന്താ വേണ്ടത്? നമുക്കൊന്നും പറഞ്ഞാൽ ബി ബൈ എ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അല്ലേ, ബി ബൈ എയുടെ വാല്യൂ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഓഹോ ഇസ് ഈക്വൽ ടു 2ab പ്ലസ് 6a എ പ്ലസ് ബി, എ പ്ലസ് ബി അല്ല, എ മൈനസ് ബി ആണല്ലേ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6a എന്ന് കിട്ടും. കംപ്ലീറ്റ് ഇക്വേഷൻ ഒന്ന് എ സ്ക്വയർ ഡിവൈഡ്, കാരണം ബി സ്ക്വയർ ബൈ ആ ഒരു സംഭവം വേണ്ടത്. സോ ദാറ്റ് മീൻസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6a ബൈ എ സ്ക്വയർ. ഇത് കട്ടാവും, ദാറ്റ് മീൻസ് 6 ബൈ എ എന്ന രീതിയിൽ വരും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് സ്ക്വയർ ഉള്ളിലോട്ടേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? അവിടെ നമുക്ക് ഇങ്ങനെ വരും, 1 മൈനസ് ഉള്ളിലോട്ടേക്ക് പോയി അത് എ ആവും. എ ആവുന്ന മീൻസ് എ ആവുന്ന സമയത്ത് ഇവിടെ എന്ത് വരാം? എ ആകുമ്പോൾ അത് 1 ആവും, റൈറ്റ്? സോ അത് 1 മൈനസ് ബി ബൈ എ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ബൈ എ. ഇനി given that b by a integer, that means 1 minus b by is also integer. That means left hand side ഒരു integer സ്ക്വയർ ആണ്, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു integer സ്ക്വയർ ആവണം. ഇനി എയുടെ വാല്യൂസ് എന്തൊക്കെയോ ആവാം, 1 ആവാം, 2 ആവാം. കാരണം എയുടെ വാല്യൂസ് ഇവരെല്ലാവരും എന്താണ് ഇൻറ്റീജേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ജോമെട്രിക് പ്രോഗ്രഷൻ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് കണ്ട, എ ബി സി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ എയുടെ വാല്യൂ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, എന്തായി കഴിഞ്ഞാലും ഒരു
ഇൻറ്റീജർ വരുന്നില്ല. അപ്പോൾ നോക്കി എയുടെ വാല്യൂ 6 ആണെങ്കിൽ ഇൻറ്റീജർ സ്ക്വയർ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇൻറ്റീജർ സ്ക്വയർ തന്നെയാണ്. സോ വി കുഡ് സേ എയുടെ വാല്യൂ 6 ആണ് വേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ നിന്ന് കിട്ടും. എയുടെ വാല്യൂ 6 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ടേമിൻ്റെ വാല്യൂ കണ്ടെത്താൻ ജസ്റ്റ് ആ വാല്യൂസ് കൊടുത്താൽ പോരെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഈച്ച് ടേം ഓഫ് ജോമെട്രി പ്രോഗ്രഷൻ A1 A2 A3 വിത്ത് A1 is equal to A1 1/A2 A2 A1 സെയിം അല്ല. ഓക്കെ, അരിത്തമാറ്റിക് ഓഫ് ദി നെക്സ്റ്റ് 2 ടേംസ് ആൻഡ് വല്ലാത്ത ഇതല്ല ലാംഗ്വേജ്. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ A1 എന്ന് പറഞ്ഞ ടേം, ഓക്കെ, ആ A1 എന്ന് പറഞ്ഞ ടേം എന്ന് പറഞ്ഞാൽ A2 എന്ന് പറഞ്ഞ ടേമിൻ്റെയും A3 എന്ന് പറഞ്ഞ ടേമിൻ്റെയും അരിത്തമാറ്റിക് മീനാണ് പറയുന്നത്. അത് മാത്രമല്ല A1 A2 A3 എന്നൊക്കെ ഇവരൊക്കെ GPയുടെ ഒരു ഭാഗമാണ്. അങ്ങനെയാകുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ A1 എന്ന് പറഞ്ഞ ടേം എന്താണ് അരിത്തമാറ്റിക് മീൻ ഓഫ് A1 AM+1 ടേമിൻ്റെയും AM+2 ടേമിൻ്റെയും ആണെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും 2 times AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് AM+1 പ്ലസ് AM+2 എന്ന് പറയാൻ പറ്റും, റൈറ്റ്. ഇനി ഇതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 2A ഫസ്റ്റ് ടേം റൈസ് ടു R റൈസ് ടു M-1 ഇസ് ഈക്വൽ ടു AM+1 ടേം എന്നിങ്ങനെ ഉണ്ടാവാം AR റൈസ് ടു M പ്ലസ് AR റൈസ് ടു M+1, റൈറ്റ്. ഇനി എന്താ വേണ്ടേ? എ കട്ടായി. ഇതൊന്ന് ഡൗട്ട് ആവുകൊണ്ട് എടുക്കാൻ ഇത് R/M ഇൻറ്റു R/-1 എഴുതാം. R/M ഉണ്ട് പ്ലസ് R/M ഉണ്ട്, ആറും ഉണ്ട്. R/M കട്ടായി. ദാറ്റ് മീൻസ് 2/R ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് R എന്ന് കിട്ടും, റൈറ്റ്. അപ്പോൾ R കിട്ടാനുള്ള വകുപ്പായി അല്ലേ. 2 is equal to R plus R square എന്ന് കിട്ടും. സോ R square plus R minus 2 that is equal to 0 എന്ന് കിട്ടും. ഇനി R into the minus 2, so plus 2 R minus 1 that is equal to 0, so R could be minus 2 or 1 എന്ന് വരും. ഓൾറൈറ്റ്, അവർ വലുതായി എഴുതിയിന് എന്താണ് A2 A1 സെയിം അല്ല, A2 നോട്ട് ഈക്വൽ ടു A1 ആണെന്ന് പറയുന്നുണ്ട് ജോമെട്രി പ്രോഗ്രഷൻ. ദാറ്റ് മീൻസ് ഇവർക്ക് ജി പിയുടെ കോമൺ റേഷ്യോ 1 അല്ല എന്ന് തന്നെയല്ല. ദാറ്റ് മീൻസ് 1 ആവാൻ പാടില്ല. അപ്പോൾ ആറിൻ്റെ വാല്യൂ -2 ആണ് കിട്ടിയിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ -2. ഇവന്മാരെന്താ ചോദിച്ചിട്ടുള്ളത് വാല്യൂ S20 മൈനസ് S18 എന്നാണ് പറയുന്നത്. S20 മൈനസ് S18 നോക്കി മനസ്സിലായെങ്കിൽ S20th ടേം വരെ 20th ടേം വരെയുള്ള സമ്മുണ്ട്. S18ൽ 18th ടേം വരെ സമ്മുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബാക്കി വരുന്ന സാധനം S20 എന്നല്ല, ബാക്കി വരുന്ന ടേംസ് എന്ന് പറഞ്ഞാൽ A20 ഉണ്ട്, പിന്നെ A19 ബാക്കി വരുന്ന ഇവന്മാർ അല്ലേ. S18 ഒക്കെ അവിടെ നിന്ന് ക്യാൻസൽ ആയിപ്പോവും. ശരി, അങ്ങനെയാകുന്ന സമയത്ത് A20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് AR/2. ആറിൻ്റെ വാല്യൂ എത്രയാണ്? -2 ആണ് അല്ലേ. -2 ആണോ? അതെ, -2 ആണ്. സോ -2 റേസ് ടു 19 ആണെന്ന് തോന്നുന്നു. ഓക്കെ, പ്ലസ് A19 ദാറ്റ് ഈസ് A ഇൻറ്റു -2 റേസ് ടു 18 വരും. ഓക്കെ, എയുടെ വാല്യൂ ദാറ്റ് ഈസ് 1/8 കോമൺ എടുക്കാം. ഓക്കെ, -2 റേസ് ടു 19 പ്ലസ് -2 റേസ് ടു 18, റൈറ്റ്. ഇവിടുന്ന് വല്ലതും കോമൺ എടുക്കാൻ പറ്റുവാണെങ്കിൽ -2 റേസ് ടു 19 കോമൺ എടുക്കുന്നതിന് സോൾവ് ചെയ്യാൻ വളരെ സിമ്പിളായി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ് ACE അവന്മാർ GPയിലാണ് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ACE GPയിലാണ് പ്രൂവ് ചെയ്യുക. പിന്നെ CD ഇവരെ ഹാർമോണിക് പ്രോഗ്രഷനിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതൊരു ബന്ധമുള്ള ആൾക്കാരെ നോക്കാം. ദാറ്റ് ഈസ് 1/C ഉണ്ട്. ഇവർ രണ്ടുള്ള AP-യിലാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഞാൻ ആ പരിപാടി ചെയ്യണം. ഏത് അരിത്തമാറ്റിക് മീൻ്റെ ദാറ്റ് ഈസ് 2/D ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C പ്ലസ് 1/E. സോ 2/D ദാറ്റ് ഈസ് ഈക്വൽ ടു E പ്ലസ് C അപ്പോൺ CE, റൈറ്റ്. ഇനിയിപ്പോൾ അത് മാത്രമല്ല ഇവർ രണ്ടാൾ GPയിലാണ്. ദാറ്റ് ഈസ് C² ഇസ് ഈക്വൽ ടു BD. ഇവിടുന്ന് സീനെ എങ്ങനെ ഒഴിവാക്കുന്നത്? കാരണം സീനെ ആരോ ഒഴിവാക്കണ്ടേ? എനെ ഒഴിവാക്കണം. കറക്റ്റാണ്. ഇവിടെ എ വരുന്നുണ്ടോ? ഇനി ഇല്ലല്ലോ. ആരോ ഒഴിവാക്കണ്ടേ ഈ പറഞ്ഞ ടേംസിൽ? ഡീനെ ഒഴിവാക്കണം. ഡീനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. സോ നമ്മൾ ഡീനെ മാറ്റി എഴുതും. C²/B അത് ഇവിടെ കൊടുക്കും. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ബാക്കി രണ്ടും ഹോംവർക്ക്. ഈ ക്വസ്റ്റ്യൻ പരിപാടി വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് വെച്ചാൽ A1 A2 എന്ന അരിത്തമാറ്റിക് മീൻസ് ആണ്. ഓൾറൈറ്റ്, and G1 G2 G3 be 3 geometric means of 2 distinct positive numbers. അപ്പോൾ രണ്ട് നമ്പേഴ്സ് A B, A1ഉം A2ഉം അവരുടെ അരിത്തമാറ്റിക് മീൻസും AB, G1ഉം G2ഉം G3ഉം ജോമെട്രിക് മീൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം G1 ഹോൾ സ്ക്വയർ G2 ഹോൾ സ്ക്വയർ G3 ഹോൾ സ്ക്വയർ G1 G3 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂസ് ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓൾറൈറ്റ്, അപ്പോൾ എന്താ ചെയ്യുക? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ G1ൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? എൻ്റെ പരം AR ആയിരിക്കും G1.
ഹോൾ റേസ് ടു 4 AR റേസ് ടു 4 അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്ലസ് G2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നോക്ക് AR സ്ക്വയർ ആണ്. സോ AR സ്ക്വയറിൻ്റെ റേസ് ടു 4 ദാറ്റ് ഈസ് A സ്ക്വയർ R റേസ് ടു 8 എന്ന രീതിയിൽ വരും. ഇവിടെ A സ്ക്വയറിൻ്റെ ആവശ്യമില്ല, ഇവിടെ A റേസ് ടു 4 വരും. റൈറ്റ്. അതേപോലെ G3യുടെ വാല്യൂ നോർമലായിട്ട് എയുടെ ടേംസിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈക്വേഷൻ ഇനി സോൾവ് ചെയ്യേണ്ടി വരും. എങ്ങനെ ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്തെങ്കിലും കോമൺ A റേസ് ടു 4 അത് കോമൺ ഉണ്ട്. ഇപ്പോൾ 1 പ്ലസ് R സ്ക്വയർ പ്ലസ് R റേസ് ടു 8 കോമൺ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് R റേസ് ടു 4 ഹോൾ സ്ക്വയർ എന്ന ഫാക്ടറിൽ വരുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിലുള്ള ആ രീതിയിലേക്ക് പോകണം. A1 പ്ലസ് A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, രണ്ട് ജോമെട്രിക് മീൻസിൻ്റെ സമ്മ്. അപ്പോൾ നമുക്കറിയാം A1 പ്ലസ് A2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് A പ്ലസ് B ബൈ 2 അല്ല സോറി n ടേംസ്. അപ്പോൾ 2 ടേംസ്. സോ 2 ഇൻറ്റു A പ്ലസ് ബി ബൈ 2 ആണ് അത് A1 പ്ലസ് A2. സോ ആ ഒരു A1 പ്ലസ് A2 ആ ഒരു ഫോർമാറ്റിലേക്ക് വരുന്നുണ്ട്. ഇനി ഇതേ മെത്തേഡ് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. എന്താണ്, ഈ G1 എന്താണെന്ന് നമ്മൾ നോക്കണം. G1 ഞാൻ നോക്കി നോക്കി. G1 എന്ന് പറഞ്ഞാൽ A ഇൻറ്റു G2 ആണല്ലോ, ആണ്. അതേപോലെ G2 എന്താ നോക്കണം. G2 എന്ന് പറഞ്ഞാൽ G1 ഇൻറ്റു G3യുടെ റൂട്ടാണ് അല്ലേ, സോറി എന്നോട് പറഞ്ഞാൽ G2 ഹോൾ സ്ക്വയർ അല്ലേ. G2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ G1 ഇൻറ്റു G3 എന്നങ്ങനെ പറയാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്താൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലോഗിൻ്റെ പരിപാടികൾ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഓൾ റൈറ്റ്.